ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: 8 unbiased coins were tossed simultaneously. Find the probability of getting exactly 4 head, no head at all, 6 or more head, at most 2 head, number of heads ranging from 3 to 5. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 8 അൺബയാസ്ഡ് കോയിൻ വേർ ടോസ്ഡ് ആണ് പറഞ്ഞത്. അപ്പൊ 8 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. n ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 4 ഹെഡ്, നോ ഹെഡ്, അതേപോലെ 6 ഓർ മോർ ഹെഡ്, അറ്റ്മോസ്റ്റ് ഹെഡ്, നമ്പർ ഓഫ് ഹെഡ് റേഞ്ചിങ് ഫ്രം 3 to 5 ഇങ്ങനെയാണ് ചോദിച്ചത്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/2 ആണ്. അപ്പൊ ക്യൂ എന്തായിരിക്കും? 1 - 1/2 ആയിരിക്കും. 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പി ക്യൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 4 ഹെഡ് ആണ്. എക്സാക്ട്ലി 4 ഹെഡ്, 4 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. n എത്രയാണ്? 8 ആണ്. എൻ സി എക്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി പി എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി, ഇൻറ്റു 1/2 ആണ്. ഓക്കെ, 1/2 റീസ് ടു എക്സ് എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു 1/2. ക്യൂ എന്ന് പറയുന്നതും 1/2 ആണ്. 1/2 റീസ് ടു n മൈനസ് എക്സ്. n എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8ൽ നിന്ന് എക്സ് കുറക്കുന്നു. ഓക്കെ, അതായത് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ 8c4 എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കണ്ടെത്തുക. 8c4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 എന്നതിന്റെ ഫാക്ടോറിയൽ നമ്മൾ 4 പ്രാവശ്യം കാണണം. അതായത് 8 × 7 × 6 × 5 ഡിവൈഡ് ബൈ 4 × 3 × 2 × 1 ഇതിന്റെ ഫാക്ടോറിയൽ കാണുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ രണ്ടും വെട്ടാം. എത്ര വരും? 3 × 2 ആണ് 6. 3ഉം 3ഉം വെട്ടിപ്പോകും. ഇനി 4ഉം 8ഉം വെട്ടാം. ഓക്കെ, 2 × 4 ആണ് 8 വരുന്നത്. അപ്പൊ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 2 × a എന്ത് വരും? 5 എന്ന് വരും. അപ്പൊ എത്ര കിട്ടും? 2 × 7 14, 14 × 5 എത്ര കിട്ടും? 70 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 8c4 70 ഇൻറ്റു 1/4 എന്ന് പറയുന്നത് 1 ആണ്. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 × 2, അതായത് 4 പ്രാവശ്യം 2നെ ഗുണിക്കണം. കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. ഇൻറ്റു 8 - 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇവിടെ 1/2 റീസ് ടു 4 തന്നെയാണ് കണ്ടത്. 1/16 എന്ന് കിട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? 70 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 1/16 എന്ന് കിട്ടും. അതായത് 70 ഡിവൈഡ് ബൈ 16 × 16 കണ്ടു കഴിഞ്ഞാൽ 256 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒന്നാമത്തത്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 4 ഹെഡ്. 4 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 70 ഡിവൈഡ് ബൈ 256 ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ് ആണ്. നോ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഹെഡ് തീരെ ഇല്ലാത്തത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. n എന്ന് പറയുന്നത് 8 ആണ്. സി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇൻറ്റു പി എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി n മൈനസ് എക്സ് എന്ന് പറയുന്നത് 8 മൈനസ് എന്ത് വരും? 0 വരും. ഓക്കെ, അപ്പൊ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 8c0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 ആണ്. നമ്മൾ കോമ്പിനേഷനിൽ പഠിച്ചിരുന്നു. NC 0 ആണെങ്കിൽ അത് 1 ആയിരിക്കും. അതായത് 10c0 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 1 ആയിരിക്കും. അപ്പൊ 8c0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു ഇനി 1/2 റീസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 1/2 റീസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇൻറ്റു 1/2 റീസ് ടു 8 മൈനസ് 0 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 1 ഡിവൈഡ് ബൈ 2 റീസ് ടു 8 എന്ന് പറയുന്നത് 256 ആണ്.
അപ്പൊ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1/256 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് മൂന്നാമത്തെ നമ്മളോട് പറയുന്നത് എന്താണ്? തേർഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 or more head ആണ്. 6 or more head ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആകാം, 8 ആകാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 ആകാം, ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 ആകാം, ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8 ആകാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 7 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8 ഈസ് ഈക്വൽ ടു ആയിരിക്കും എന്ത് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആദ്യം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 കാണണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 കാണുക. നമ്മൾ n എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8c എക്സ് എന്ന് പറയുന്നത് 6 ആണ് ഇൻറ്റു 1/2 റീസ് ടു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് ഇൻറ്റു 1/2 ആണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂ റീസ് ടു എന്താണ്? n മൈനസ് എക്സ്. n എത്രയാണ്? 8 ആണ്. അതിൽ നിന്ന് 6 കുറക്കുന്നു. ഓക്കെ, 8c6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? 8 ഇൻറ്റു 6 വരെ നമ്മൾ 6 സ്ഥാനം നമ്മൾ ഫാക്ടോറിയൽ കാണും. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു നെക്സ്റ്റ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 1 2 3 4 5 6 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, അപ്പൊ ഈ 6 വെട്ടും, 5 വെട്ടും, 4 വെട്ടും, 3 വെട്ടും. ഓക്കെ, ഇനി ഇവിടെ ബാലൻസ് ഉള്ള എത്രയാണ്? 2 ആണ്. 2 അതേപോലെ ഈ 8ഉം വെട്ടും. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 4 കിട്ടും. 4 2 8 ആണ്. അപ്പൊ 4 ഇൻറ്റു 7 ആണ് നെക്സ്റ്റ് റിമൈനിങ് ഉണ്ടാവുന്നത്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 28 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഇസ് ഈക്വൽ ടു 8c6 എന്ന് പറയുന്നത് 28 ആണ് ഇൻറ്റു 1/2 റീസ് ടു 6 1 ഡിവൈഡ് ബൈ 2 റീസ് ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു ഇങ്ങനെ 6 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 64 എന്ന് കിട്ടും ഇൻറ്റു 1/2 റീസ് ടു 8 മൈനസ് 6 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 1/4 എന്ന് വരും. ഓക്കെ, അതായത് ഇവിടെ 28 ഡിവൈഡ് ബൈ 64 ഇൻറ്റു 1/4 എന്ന് കിട്ടും. 28 ഡിവൈഡ് ബൈ 64 ഇൻറ്റു 4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. അപ്പൊ 28 ഡിവൈഡ് ബൈ 256 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് എത്രയാണ്? 28 ഡിവൈഡ് ബൈ 256 ആണ്. ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു. ലാസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ നമ്മൾ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 ആണ്. എക്സ് 7 ആണെങ്കിൽ n എന്ന് പറയുന്നത് 8 ആണ്. സി എക്സ് എന്ന് പറയുന്നത് 7 ഇൻറ്റു 1/2 റീസ് ടു എക്സ് എന്ന് പറയുന്നത് 7 ആണ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/2 ആണ് റീസ് ടു n എന്ന് പറയുന്നത് 8 മൈനസ് എക്സ് എന്ന് പറയുന്നത് 7 ആണ്. നമ്മൾ 8c7 ജസ്റ്റ് കണ്ടെത്തുന്നു. 8c7 ഈസ് ഈക്വൽ ടു എന്താണ്? 7 സ്ഥാനത്തേക്ക് നമ്മൾ ഫാക്ടോറിയൽ കാണണം. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 വരും. ഡിവൈഡ് ബൈ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെട്ടിപ്പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ബാലൻസ് എന്ത് ഉണ്ടാവും? 8 ഡിവൈഡ് ബൈ 1 എന്ന് ഉണ്ടാവും. അപ്പൊ 8c7 ഈസ് ഈക്വൽ ടു 8 എന്നായിട്ട് മാറും. അപ്പൊ 8 ഇത് നമ്മൾ കോമ്പിനേഷനിൽ പഠിക്കുന്നതാണ്. ഇനി 1/2 റീസ് ടു 7 1ന്റെ റീസ് ടു 7 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 2 റീസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 വരും ഇൻറ്റു 8 മൈനസ് 7 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1ന്റെ റീസ് ടു 1 തന്നെ. 2 റീസ് ടു 1 2 തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 128 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അതായത് 8 ഡിവൈഡ് ബൈ 256 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ ആൻസർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7 എന്ന് പറയുന്നത് എന്താണ്? 8 ഡിവൈഡ് ബൈ 256 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8 കണ്ടെത്തണം. മൂന്നാമത്തത്, അതായത് n എന്ന് പറയുന്നത് 8 ആണ്. സി എക്സ് എന്ന് പറയുന്നത് 8 എൻ സി 8 ഇൻറ്റു പി എന്ന് പറയുന്നത് 1/2 റീസ് ടു എക്സ് എന്ന് പറയുന്നത് 8 ആണ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/2 റീസ് ടു n എന്ന് പറയുന്നത് 8. ഇതിൽ നിന്ന് 8 തന്നെ മൈനസ് ചെയ്യണം. 8c8 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 ആണ്. അതായത് രണ്ടും, അതായത് n-ഉം r-ഉം ഈക്വൽ ആണെങ്കിൽ അവിടെ 1 ആണ് കിട്ടുക. അതായത് ഇവിടെ ഫാക്ടോറിയൽ ഉണ്ട് 8 ഡിവൈഡ് ബൈ 8 എന്നാണ് ഉണ്ടാവുക. അപ്പൊ 1 എന്ന് കിട്ടും ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2 റീസ് ടു 8 ആണ് എന്ന് പറഞ്ഞാൽ 2 റീസ് ടു 8 എന്ന് പറയുന്നത് 256 ആണ്
ഇൻറ്റു 1/2 റീസ് ടു 0 ആണ്. 8 മൈനസ് 8 ആകുമ്പോൾ 0 ആകും എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടും? 1/256 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8 ആണെങ്കിൽ 1/256 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ നേരത്തെ പറഞ്ഞത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 ആകാന്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 7, ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൂട്ടണം. അതായത് 28 ഡിവൈഡ് ബൈ 256 പ്ലസ് 8 ഡിവൈഡ് ബൈ 256 പ്ലസ് 1 ഡിവൈഡ് ബൈ 256. ഇതിന്റെ 256 കോമൺ ആയിട്ട് നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എടുക്കാം 256 എന്ന്. ഇനി 28ഉം 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 പ്ലസ് 1 37. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 37 ഡിവൈഡ് ബൈ 256 എന്ന് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? അറ്റ്മോസ്റ്റ് 2 ഹെഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് ആണ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ്, അതായത് അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ, എക്സ് ഈസ് ലെസ് ദാൻ 2 എന്താണ്? ഈക്വൽ ടു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകാം, പിന്നെ പ്ലസ് ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആകാം, ഓർ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ആകാം. ഓക്കെ, അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0യും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1ഉം അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നതും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഓരോന്നും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 കാണും. എക്സ് 0 ആണെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. എക്സ് എന്ന് പറയുന്നത് 0 ഇൻറ്റു പി റീസ് ടു 0 ആണ്. ഓക്കെ, എക്സ് 0 ആണ്. ഇനി 1/2 റീസ് ടു ക്യൂ റീസ് ടു n മൈനസ് എന്താണ്? എക്സ് ആണ്. n എന്ന് പറയുന്നത് 8 ആണ്. 8 മൈനസ് 0 ആണ്. ഓക്കെ, 8c0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 ആണ്. നമ്മൾ കോമ്പിനേഷനിൽ പറഞ്ഞു. ഇനി 1/2 റീസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അതിനർത്ഥം. ഇനി 1/2 റീസ് ടു 8. ഓക്കെ, 1ന്റെ റീസ് ടു 1. ഇനി 2 റീസ് ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 256 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 1/256 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ ആൻസർ എന്താണ്? 1/256 ആണ്. ഇനി സെക്കൻഡ്, രണ്ടാമത്തെ നമ്മൾ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 കാണണം. n 8 ആണ്, എക്സ് എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു പി എന്ന് പറയുന്നത് 1/2 റീസ് ടു എക്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 1/2 റീസ് ടു ക്യൂ 1/2 ആണ്, റീസ് ടു 8 മൈനസ് 1 ആണ്. ഓക്കെ, ഇനി 8c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 8 ആണ്, ഇൻറ്റു 1/2 റീസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് തന്നെ വരും. ഇനി 1/2 റീസ് ടു 8 മൈനസ് 1 ആണ്, അതായത് 1 ഡിവൈഡഡ് ബൈ 128 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1/128 എന്ന് കിട്ടും. അതായത് 8 ഡിവൈഡ് ബൈ 256 എന്ന് ആൻസർ കിട്ടും. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 8 ഡിവൈഡ് ബൈ 256 എന്ന് വരും. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ n എന്ന് പറയുന്നത് 8 ആണ്, സി എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 1/2 റീസ് ടു എക്സ് 2 ഇൻറ്റു 1/2, അതായത് ക്യൂ എന്ന് പറയുന്നത് 1/2 ആണ്, റീസ് ടു 8 മൈനസ് എന്ത് വരും? എക്സ് 2 ആണ്. ഓക്കെ, ഇനി 8c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇൻറ്റു 7 2 പ്രാവശ്യം നമ്മൾ ഫാക്ടോർ ചെയ്യണം. 2 ഇൻറ്റു 1 2ഉം 8ഉം വെട്ടിപ്പോവും, 4 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 28, 4 ഇൻറ്റു 28 എന്ന് കിട്ടും. ഇപ്പൊ 28 ഇൻറ്റു 1/2 റീസ് ടു 2 ആണ്. 1ന്റെ റീസ് ടു 2 എന്ന് പറഞ്ഞാൽ 1, 2 റീസ് ടു 2 എന്ന് പറഞ്ഞാൽ 4. ഇനി 1/2 റീസ് ടു 8 മൈനസ് 2 ആണ്. 1ന്റെ റീസ് ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ, 8ൽ നിന്ന് 2 കുറച്ചാൽ 6 ആണ്. ഇനി 2 റീസ് ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 64 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 28 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 64 എന്ന് കിട്ടും. അതായത് 28 ഡിവൈഡ് ബൈ 256 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്താണ് നമുക്ക് കിട്ടുന്നത്? 28 ഡിവൈഡ് ബൈ 256 ആണ്.
ഇവിടെ നമ്മുടെ ക്വസ്റ്റനിലുള്ള പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 ഹെഡ്, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? 1/256 പ്ലസ് 8/256 പ്ലസ് 28/256 ആണ്. ഓക്കെ, ഇവിടെ 256 എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഇതിന് ആഡ് ചെയ്യാം, 9ഉം 28ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 37/256 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമ്പർ ഓഫ് ഹെഡ്സ് റേഞ്ചിങ് ഫ്രം 3 to 5 ആണ്. ഫ്രം 3 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 5 വരെയുള്ള ഹെഡ് കിട്ടണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് പ്രോബബിലിറ്റി ഓഫ് എക്സ് എത്രയാകണം? 3 ആകണം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്താണ്? 4 ആകണം 3 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ. ഇനി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 ആകണം. ഈ 3 സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 ഇതിനെ 3നെയും കൂട്ടിയതാണ്. അപ്പൊ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 കാണുന്നു. 8 ആണ് n വരുന്നത്. സി എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇൻറ്റു 1/2 റീസ് ടു 3 ഇൻറ്റു 1/2 റീസ് ടു n എന്ന് പറയുന്നത് 8 ആണ്. 8 - 3 8c3 എന്ന് പറയുന്നത് 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഇപ്പൊ 2 6 വെട്ടിപ്പോയാല് 3 കിട്ടും. 3 വെട്ടുന്നു. അപ്പൊ ഇവിടെ 7 ഇൻറ്റു 8 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 56 എന്ന് കിട്ടും. അതായത് 56 ഇൻറ്റു 1/3 എന്ന് പറയുന്നത് 1 ആണ്. 2/3 എന്ന് പറയുന്നത് 8 ആണ്. ഇനി 1/2 ഇവിടെ 5 ആണ് വരിക. 1 തന്നെ 2/5 എന്നത് 32 ആണ്. അപ്പൊ 56/8 ഇൻറ്റു 1/32 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 56/256 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ആൻസർ എന്താണ്? 56/256 ആണ്. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ n എന്ന് പറയുന്നത് 8 തന്നെ. സി ഇനി എക്സ് എന്ന് പറയുന്നത് 4 ഇൻറ്റു പി എന്ന് പറയുന്നത് 1/2 ആണ്. റീസ് ടു എക്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. റീസ് ടു n എന്ന് പറയുന്നത് 8. ഇതിൽ നിന്ന് എന്ത് കുറക്കണം? എക്സ് കുറക്കണം. എക്സ് 4 ആണ്. ഇനി 8c4 നമ്മൾ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 4 സ്ഥാനം വരെ, അതായത് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, അപ്പൊ ഇവിടെ 2ഉം 6ഉം വെട്ടാം. 3 ഇൻറ്റു 2 6, 3ഉം വെട്ടിപ്പോകും. ഇനി 4ഉം 8ഉം വെട്ടാം. 2 ഇൻറ്റു 4 ആണ് 8. ഇനി 2 ഇൻറ്റു 14, 2 ഇൻറ്റു 7 ഇൻറ്റു 5 എന്ന് വരും. ഇപ്പോൾ ആൻസർ എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 70 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1/4 1 തന്നെ. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. ഇനി 1 ഡിവൈഡ് ബൈ 2 1/4, അതായത് 8 - 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1/2 ആണ്. അപ്പൊ ഇവിടെ 1/4 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 2/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ 70 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 16 എന്ന് കിട്ടും. 70 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 16 കണ്ടു കഴിഞ്ഞാൽ 256 എന്ന് കിട്ടും. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ 70 ഡിവൈഡ് ബൈ 256 എന്ന് ആൻസർ കിട്ടും. മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 ആണ്. n 8 തന്നെ. സി എക്സ് 5 ഇൻറ്റു 1/2 ആണ് പി വരുന്നത്. റീസ് ടു എക്സ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 1/2 ആണ് ക്യൂ വരുന്നത്. റീസ് ടു n എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 - 5 ആണ് വരുന്നത്. ജസ്റ്റ് 8c5 കണ്ടെത്തണം. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 1 2 3 4 5 സ്ഥാനം വരെ എടുക്കുക. 1 2 3 4 5 8c5 then 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, അതായത് ഇവിടെ 5 4 വെട്ടിപ്പോകും. ഇനി ഈ 2ഉം 6ഉം വെട്ടാം. 3 ഇൻറ്റു 2 6, 3ഉം വെട്ടിപ്പോകും. അതായത് ബാലൻസ് എത്ര വരും? 8 ഇൻറ്റു 7, അതായത് ആൻസർ എന്ത് കിട്ടും? 56 എന്ന് കിട്ടും. 56 ഇൻറ്റു 1/5 1 തന്നെ. 2/5 എന്ന് പറഞ്ഞാൽ 32. ഇനി 1/, ഇവിടെ എന്താണ്? 8 - 5 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 56 ഡിവൈഡ് ബൈ 32 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 56 ഡിവൈഡ് ബൈ 32 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 256 എന്ന് കിട്ടും. ഓക്കെ,
അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഇവിടെ എന്താണ് ആൻസർ വരുന്നത് 56 ഡിവൈഡ് ബൈ 256 ആണ്. ഇനി നമ്മൾ ഇതിനെ മൂന്നിനെ ആഡ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5. ഇതിനെ മൂന്നിനെ ആഡ് ചെയ്യണം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 എത്രയായിരുന്നു 56 ഡിവൈഡ് ബൈ 256. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 70 ഡിവൈഡ് ബൈ 256 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 56 ഡിവൈഡ് ബൈ 256 ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ആയിട്ട് 256 എടുക്കാം. 56ഉം 70ഉം 56ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 182 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് 182 ഡിവൈഡ് ബൈ 256 ആണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രോബ്ലം ആണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ. ജസ്റ്റ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്